കഴിഞ്ഞ ക്ലാസ്സിൽ ഗാമ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം ഗാമ 8. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ n എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. അപ്പോൾ ഈ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ, ഗാമ n+1 n ഫാക്ടോറിയൽ. അപ്പോൾ n+1 = 8 ആണ്. n+1 = 8 എന്ന് പറയുമ്പം n = എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ ഗാമ n = 7 ഫാക്ടോറിയൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗാമ 10. ഇവിടെ അതുപോലെ n പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ ഗാമ n+1 n ഫാക്ടോറിയൽ. അപ്പോൾ n+1 = 10 ആണ്. അപ്പോൾ n = 9. അപ്പോൾ ഗാമ 10 = 9 ഫാക്ടോറിയൽ. തേർഡ് ക്വസ്റ്റ്യൻ ഗാമ 7/2. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് ഗാമ n+1 = n ഇൻറ്റു ഗാമ n ആണ്. അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു ഗാമ n-1, n ഇൻറ്റു n-2 ഇൻറ്റു ഗാമ n-2. ഇപ്പോൾ പോസിറ്റീവ് ഫ്രാക്ഷൻ വന്നാൽ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഗാമ 7/2 എന്തായിരിക്കും? ഇപ്പോൾ n+1 = 7/2 ആണെങ്കിൽ n എന്ന് പറയുന്നത് 5/2 ആണ്. ഇപ്പോൾ 5/2 ഗാമ 5/2 5/2 ഇൻറ്റു 3/2 ഗാമ 3/2 5/2 ഇൻറ്റു 3/2 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ 1/2. അപ്പോൾ ഗാമ 1/2 ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഗാമ 1/2ൻ്റെ വാല്യൂ നമുക്കറിയാം, √π ആണ്. അപ്പോൾ 15/8 √π. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാമ 5/2. ഇവിടെ അതുപോലെ പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ വി നോ ദാറ്റ് ഗാമ n+1 = n ഇൻറ്റു ഗാമ n ഇൻറ്റു n-1 ഇൻറ്റു ഗാമ n-1, n ഇൻറ്റു n-2 ഇൻറ്റു ഗാമ n-2. അപ്പോൾ n+1 = 5/2 ആണെങ്കിൽ n = 3/2 ആയിരിക്കും. അപ്പോൾ ഗാമ 5/2 = 3/2 ഇൻറ്റു ഗാമ 3/2. അപ്പോൾ 3/2 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ 1/2 = 3/4 ഇൻറ്റു ഗാമ 1/2 √π ആണ്. അപ്പോൾ 3/4 √π. നെക്സ്റ്റ് വൺ ഗാമ -1/2. ഇവിടെ നെഗറ്റീവ് ഫ്രാക്ഷൻ ആണ്. നെഗറ്റീവ് ഫ്രാക്ഷൻ ആവുകയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. വി നോ ദാറ്റ് ഗാമ n+1 = n ഇൻറ്റു ഗാമ n. ഇവിടെ n = -1/2 കൊടുക്കുക ഈ റിസൾട്ടിൽ. ഇപ്പോൾ ഗാമ -1/2 + 1 = -1/2 ഗാമ -1/2. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ -2 ഗാമ 1/2 = ഗാമ -1/2. ഇപ്പോൾ ഗാമ 1/2 നമുക്കറിയാം √π ആണ്. ഇപ്പോൾ ഗാമ -1/2 = -2 √π. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാമ -5.5. ഇവിടെ അതുപോലെ നെഗറ്റീവ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ വി നോ ദാറ്റ് ഗാമ n+1 = n ഇൻറ്റു ഗാമ n. ഇപ്പോൾ ഗാമ n എന്തായിരിക്കും? ഗാമ n+1/n. ഇവിടെ n എന്ന് പറയുന്ന -5.5 ആണല്ലോ. ഇപ്പോൾ ഗാമ -5.5 ഈ റിസൾട്ടിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഗാമ -5.5 + 1 ഡിവൈഡഡ് ബൈ -5.5. ഇപ്പോൾ ഗാമ -4.5 ഡിവൈഡഡ് ബൈ -5.5 ഗാമ -4.5 + 1 ഡിവൈഡഡ് ബൈ -5.5 ഇൻറ്റു -4.5. ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് പോകണം. ഇപ്പോൾ ഗാമ -3.5 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 4.5 ഗാമ -3.5 + 1 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 4.5 ഇൻറ്റു -3.5 ഗാമ -2.5 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 4.5 ഇൻറ്റു -3.5 ഗാമ -2.5 + 1 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 4.5 ഇൻറ്റു -3.5 ഇൻറ്റു -2.5 ഗാമ -1.5 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 4.5 ഇൻറ്റു 3.5 ഇൻറ്റു 2.5 ഗാമ -1.5 + 1 divided by
5.5 into 4.5 into 3.5 into 2.5 into minus 1.5 is equal to gamma minus 0.5 divided by 5.5 into 4.5 into 3.5 into 2.5 into minus 1.5 is equal to gamma minus 0.5 plus 1 divided by 5.5 into 4.5 into 3.5 into 2.5 into minus 1.5 into minus 0.5 is equal to gamma 0.5 divided by 5.5 into 4.5 into 3.5 into 2.5 into minus 1.5 into minus 0.5. ആ 1/2 എന്ന് പറയുന്ന 0.5 ആണ്. അപ്പോൾ ആ ഗാമ 0.5 എന്ന് പറയുന്നത് റൂട്ട് പൈ ആയിരിക്കും. ഈക്വൽ ടു റൂട്ട് പൈ ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 4.5 ഇൻറ്റു 3.5 ഇൻറ്റു 2.5 ഇൻറ്റു 1.5 ഇൻറ്റു 0.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാമ 11/2. ഇവിടെ പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ വി നോ ദാറ്റ് ഗാമ n plus 1 is equal to n into gamma n into n minus 1 into gamma n minus 1 is equal to n into n minus 2 into gamma n minus 2. ഇപ്പോൾ n plus 1 equal to 11/2 ആണെങ്കിൽ n is equal to 9/2 ആയിരിക്കും. അപ്പോൾ 9/2 into gamma 9/2 is equal to 9/2 into 7/2 into gamma 7/2 is equal to 9/2 into 7/2 into 5/2 into gamma 5/2 is equal to 9/2 into 7/2 into 5/2 into 3/2 into gamma 3/2 is equal to 9/2 into 7/2 into 5/2 into 3/2 into 1/2 into gamma 1/2. അപ്പോൾ ഗാമ 1/2 നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് റൂട്ട് പൈ ആണ്. അപ്പോൾ ഈക്വൽ ടു 9 45/32 റൂട്ട് പൈ.